Friends, welcome to Travelin YouTube channel. Actually, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഓക്കെ, എനിവേ ഇതോടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കണ്ടൻറ്റ്സിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. മൈസൂർക്ക് പോയതിൻ്റെ ഒരു ചെറിയൊരു വിശേഷം. ആക്ച്വലി നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നമ്മൾ സഡനായിട്ട് പ്ലാൻ ചെയ്ത് പലയിടത്തും പോകില്ലേ, അങ്ങനെ പോയൊരു ചെറിയൊരു ട്രിപ്പാണിത്. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവിടെ പ്രോജക്റ്റിൻ്റെ സബ്മിഷന് വേണ്ടി ഞാൻ പോയ ടൈമിൽ അപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, കർണാടക ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ സഡനായിട്ട് തീരുമാനിച്ചാണ് മൈസൂർക്ക് പോകാൻ. പക്ഷേ ഓൾറെഡി ദസറ കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ. അങ്ങനെ ദസറ കാണാൻ വേണ്ടി ദസറ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഞങ്ങളങ്ങനെ മൈസൂർക്ക് പോയതിൻ്റെ ഒരു ചെറിയൊരു വിശേഷം. അങ്ങനെ മൈസൂരെത്തി. മൈസൂരിനെ പറ്റി പറയുകയാണെങ്കിൽ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടൊരു സിറ്റിയാണ്. തന്നെയല്ല, എല്ലാം കൊണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഫുഡിൻ്റെ കാര്യത്തിലാണ്, ട്രാവലിങ്ങിൻ്റെ കാര്യത്തിലാണ്, എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഏരിയ. പിന്നെ തന്നെയല്ല, ഒത്ത നടുക്കും മൈസൂർ പാലസ്, അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനുള്ള മൈസൂർ പാലസ്, നമ്മുടെ ദസറ കാര്യങ്ങളൊക്കെ നടക്കുന്ന അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അത്യാവശ്യം നല്ല രീതിയിൽ റഷായിരുന്നു. ഞങ്ങളൊരു 9-9:30 ടൈമിലാണ് എത്തിയത്. അപ്പോൾ തന്നെ നമുക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള റഷായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. അങ്ങനെ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കിടിലം വ്യൂ തന്നെയാണ്. അത് ചുറ്റും നമുക്ക് നടന്ന് കാണാൻ ഇഷ്ടം പോലെയാണ്. പിന്നെ തന്നെ അതിനുള്ളിൽ കയറുകയാണെങ്കിൽ നമ്മൾ ആ കിടിലം ഡിസൈൻ, റൂഫിൻ്റെ ഡിസൈനായാലും, പിന്നെ അല്ലെങ്കിൽ ആ 750 കിലോഗ്രാം വരുന്ന അമ്പാരി ആയാലും, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക പ്രതിമകൾ, എല്ലാം കൊണ്ട് ഒരു കിടിലം വ്യൂ തന്നെയാണ്. പിന്നെ ദസറ ടൈം ആയതുകൊണ്ട് ആനകളും ഒട്ടകങ്ങളും അങ്ങനെ പല പല രീതിയിലാണ്. പിന്നെ തന്നെയല്ല, മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കളർ ലൈറ്റാണ്. അത് നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ തന്നെയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ നൈറ്റ് വ്യൂവിന് വേണ്ടി ഞങ്ങൾ ചെന്നു. അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. ഇതെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ തന്നെ അവിടെ ആ കളർ ലൈറ്റിങ് കാര്യങ്ങളും തന്നെയാണ്. കാര്യം വെച്ചാൽ ആ ഒരു ഏരിയ, ആ ഒരു സിറ്റി ഏറെക്കുറെ കംപ്ലീറ്റ്ലി കളർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കാണ്. തന്നെയല്ല, ആ മൈസൂർ പാലസ് ആയാലും കംപ്ലീറ്റ്ലി ഒരു ഗോൾഡൻ കളർ ലൈറ്റിൽ കൊണ്ട് ഫുള്ളായിട്ട് അലങ്കരിച്ചേക്കാണ്. അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ തന്നെയല്ല, അതിനുശേഷം ഡ്രോണിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഡ്രോൺ ഒരു 1000-2000 ഡ്രോണിന് മുകളിലുണ്ടായിരുന്നു. അതെല്ലാം പ്രോഗ്രാം ചെയ്തിട്ട് പല പല ഡിസൈനിലുള്ള പടങ്ങൾ കാര്യങ്ങളങ്ങനെ ആകാശ ദീപക്കാഴ്ച പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടും അടിപൊളിയൊരു ട്രിപ്പായിരുന്നു.